വയനാട് വൈത്തിരി വെറ്റിനറി കോളേജിന്റെ ഹോസ്റ്റലിലെ ഭരണവും കോളേജിന്റെ നിയന്ത്രണവും ഒക്കെ പൂർണ്ണമായും CPMന്റെ കീഴിലാണെന്ന ആരോപണം. DYFI ജില്ലാ കമ്മിറ്റി അംഗവും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ രമേശ് വൈത്തിരിയാണ് കോളേജ് നിയന്ത്രിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി P ഗംഗാറാമിന്റെ സഹോദരപുത്രനാണ് രമേശ് വൈത്തിരി. വിവരങ്ങളുമായി ശ്രീത്ത, ഈ കോളേജിന്റെയും ഹോസ്റ്റലിലും ഒക്കെ പൂർണ്ണമായ നിയന്ത്രണം ഇടത് സംഘടന കയ്യിലാണ്, ഇടത് നേതാക്കന്മാരാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്ന വാർത്തകളും ആ ദൃശ്യങ്ങളും ഒക്കെ അത് ശരിവെക്കുന്നതിനൊക്കെയാണ് പുതിയ വിവരങ്ങൾ. എന്തായാലും ഉമേഷ്, നമുക്ക് തുടക്കം മുതൽ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ കോളേജുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി SFIയുടെ കയ്യിലെന്നാണ്, ഹോസ്റ്റലും SFIയുടെ കയ്യിൽ എന്നായിരുന്നു പുറത്തു വരുന്ന വിവരം. എന്നാൽ ഈ SFIക്ക് എങ്ങനെയാണ്, ആരാണ് തണലൊരുക്കുന്നതെന്ന അന്വേഷണത്തിലൊടുവിലാണ് ഇത്തരത്തിലൊരു അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ കോളേജ് മുഴുവനായി CPMന്റെ നിയന്ത്രണത്തിലാണ്. വർഷങ്ങളായി തന്നെ ഈ CPMന്റെ ഒരു നേതാവിൻ്റെ, പ്രാദേശിക നേതാവിൻ്റെ കയ്യിലാണ് ഈ കോളേജിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം. എന്തായാലും DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗവുമായ രമേശിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ കോളേജ് പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇയാൾ എങ്ങനെയാണ് ഈ കോളേജിനെ നിയന്ത്രിക്കുന്നത്? അപ്പോഴാണ് ഒരു വിചിത്രമായ, ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമുള്ളത്. ഈ കോളേജിലെ സ്റ്റോറിന്റെ നിയന്ത്രണം, ഈ കോളേജിന്റെ സ്റ്റോർ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഈ വൈത്തിരി രമേശനാണ്. ഈ വൈത്തിരി രമേശനാണ് രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഈ കോളേജിൽ പൂർണ്ണമായി തങ്ങി, ആ സ്റ്റോറിൽ തങ്ങിയാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗമായ, ജില്ലാ നേതാവായ DYFIയുടെ ജില്ലാ നേതാവ് പൂർണ്ണമായും തന്നെ ഈ കോളേജ് നിയന്ത്രിച്ചു വരുന്നത്. ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വാർത്തയുണ്ട്. കാരണം ഈ മർദ്ദനമെല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രതികൾ ഇയാളെ കണ്ടെന്നും ഇയാളിൽ നിന്ന് സഹായം നേടിയതായും ഈ പല രാഷ്ട്രീയ പാർട്ടികളും പറയുന്നു. ആ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായത്തിൽ ഈ കുട്ടികൾക്ക് പൂർണ്ണമായും ഇത്തരത്തിലൊരു പ്രാദേശിക നേതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. അത് ഏത് നേതാവെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ വൈത്തിരി രമേശ്. ഈ വൈത്തിരി രമേശായിരുന്നു ഈ വയനാട് ജില്ലാ സെക്രട്ടറി, വയനാട് CPMന്റെ ജില്ലാ സെക്രട്ടറി ഗഗാറിന്റെ സഹോദര പുത്രനാണ്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ പൂർണ്ണമായി ഈ കോളേജിന്റെ നിയന്ത്രണം കൊണ്ടുപോകുന്നത്. അദ്ദേഹമാണ് ഈ കോളേജിൽ അധ്യാപക സംഘടനകൾ നിയന്ത്രിക്കുന്നത്. അയാളാണ് ഈ കോളേജിലെ SFI നിയന്ത്രിക്കുന്നത്. അത്തരത്തിൽ പൂർണ്ണമായും തന്നെ CPMന്റെ നിയന്ത്രണത്തിലേക്ക് അയാൾ ഈ കോളേജിനെ എത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇവിടുത്തെ ജോലിക്കാരെ കുറിച്ച് തിരക്കുമ്പോഴും സ്വാഭാവികമാണ്. അപ്പോൾ ശ്രീത്ത്, ഈ ജില്ലാ സെക്രട്ടറിയൊക്കെ നേരിട്ട് കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ കുട്ടി സഖാക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുക. ഈ സിദ്ധാർത്ഥിന്റെ മരണശേഷമൊക്കെ അവിടെ മുഖ്യമന്ത്രികളൊക്കെ പറഞ്ഞു നടന്നത് തങ്ങൾക്ക് എല്ലാവിധ നിയമ പിന്തുണയും പാർട്ടി പിന്തുണയും ഒക്കെ ലഭിക്കും, അതുകൊണ്ട് ആരും ഒന്നും ഭയപ്പെടേണ്ട, ആരെങ്കിലും പുറത്തു പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം അങ്ങനെ ആയിരിക്കുമെന്നൊക്കെ ഈ പ്രതികളൊക്കെ പറഞ്ഞത് വെറുതെയല്ല അല്ലേ? തീർച്ചയായും ഉമേഷ്, കാരണം ഈ സംഭവത്തിന് പിന്നാലെ എന്തിനാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി ഗഗാറിന് ഈ കോളേജിൽ എത്തിയത്? അതിനുശേഷം അടുത്ത ദിവസം ഗഗാറിന് പിന്നാലെ ആർഷ ഈ കോളേജിൽ എത്തുന്നു. അതിന് പിറ്റേ ദിവസം ജില്ലാ സെക്രട്ടറിയായ ജിഷ്ണു, SFIയുടെ ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഈ കോളേജിൽ എത്തുന്നു. അങ്ങനെ നിരന്തരം ഒരു പാർട്ടി ഓഫീസിന് സമാനമായ രീതിയിലാണ് ഈ കോളേജ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് പലരും ചോദിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ തുറന്നു പറയാത്തതെന്ന്. കാരണം അവർ കോളേജിലല്ല പഠിക്കുന്നത്, ഒരു പാർട്ടി ഓഫീസിലാണ് പഠിക്കുന്നത്. അവിടെ നേതാക്കളുണ്ട്. CPMന്റെ ഇത്തരത്തിലുള്ള ജില്ലാ നേതാവ് തന്നെ, DYFIയുടെ എല്ലാം ജില്ലാ നേതാവുണ്ട്. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് തുറന്നു പറയാൻ കഴിയുക? അതൊരു പാർട്ടി ഓഫീസിൽ അതിന് പരിമിതികളുണ്ട്. പൂർണ്ണമായി ഇത്തരത്തിൽ CPMന്റെ പാർട്ടി ഓഫീസായി പ്രവർത്തിക്കുന്ന കോളേജിൽ അത്തരത്തിൽ തന്നെയാണ് റാഗിംഗ് ഉൾപ്പെടെയുള്ള, സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തുറന്നു പറയാൻ അവർക്ക് തന്നെ ഭയമുണ്ട്. കാരണം SFIയുടെ CPMന്റെ രീതിയെല്ലാം പൊതുസമൂഹത്തിന് തന്നെ അറിയാവുന്നതായിരിക്കും. എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നത്. അത്തരത്തിലൊരു പാർട്ടി ഓഫീസിന് സമാനമായി പ്രവർത്തിക്കുന്ന കോളേജിൽ എന്തായാലും വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ എന്തായാലും അവർക്ക് കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉമേഷ്. SFIക്ക് സ്വാധീനമുള്ള കോളേജുകളുടെയൊക്കെ കലാലയങ്ങളുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ് ശ്രീത. ഈ സംഭവത്തിന് ശേഷം ഇത്തരം ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ഈ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന CPM നേതാക്കന്മാരുടെ എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? മാത്രമല്ല, ഇന്നിപ്പോൾ തെളിവെടുപ്പ് വീണ്ടും ഇന്ന് തുടരുമോ ശ്രീത? ആ സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എന്തായാലും തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും പോലീസ് രഹസ്യമായി തന്നെയാണ് നീക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് 6 പ്രതികളുടെ റിമാൻഡ് കാലാവധി കഴിയുകയാണ്. അതിനാൽ തന്നെ ചിലപ്പോൾ അവരെ ഇന്ന് ഇവിടെ എത്തിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് വൈകുന്നേരം CPMന്റെ ഒരു മാർച്ചുണ്ട് ഈ കോളേജിലേക്ക്. ഈ കോളേജിനെ തകർക്കുവാൻ വേണ്ടി മറ്റ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികൾ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് എന്തായാലും മാർച്ച് നടത്തുന്നത്. കാരണം അത് ശരിയായ കാര്യമാണ്. കാരണം വർഷങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള CPMന്റെ പാർട്ടി ഓഫീസായി നിലകൊള്ളുന്ന ഒരു കോളേജിനെ തകർക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്ന
നടത്തുന്നെന്ന വാർത്തയിൽ അവർ പ്രതിഷേധിക്കുന്നതിൽ എന്തായാലും കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും CPM-ന്റെ പ്രാദേശിക നേതാക്കളും ജോലി ചെയ്യുന്ന ഒരു കോളേജാണ് ഇത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ താൽക്കാലിക ജോലിക്കാരാണ്, അവരെല്ലാം CPM-ന്റെ പ്രവർത്തകരാണ്. അവരാണ് ഈ കോളേജിനെ നിയന്ത്രിക്കുന്നത്, അധ്യാപക സംഘടനയെ നിയന്ത്രിക്കുന്നത്, വിദ്യാർത്ഥി സംഘടനയെ നിയന്ത്രിക്കുന്നത്. അത്തരത്തിൽ എന്തായാലും പൂർണ്ണമായി കോളേജ് ഈ SFIയുടെയും CPM-ന്റെയും നേതൃത്വത്തിലാണ്. എന്തായാലും ഇന്നും തെളിവെടുപ്പ് തുടരാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട പല തെളിവുകളും കണ്ടെത്താണ്ടിരിക്കുന്നു. ഇന്നലെ സിൻജോയെ മാത്രമാണ് ഈ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ബാക്കി വീണ്ടും 17 പ്രതികളുണ്ട്, അവരെ എന്തായാലും എത്തിക്കുക. അതോടൊപ്പം തന്നെ നിലവിലുള്ള 6 പേരെ എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ ബാക്കി 12 പേരുണ്ട്, അവരെയും കസ്റ്റഡിയിൽ വാങ്ങി അവരുടെയും വിശദമായ മൊഴിയെടുക്കണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആരോപണം ഉന്നയിച്ച് ഈ ബന്ധുക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ്. കാരണം ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലയിലാണ് പോലീസിന്റെ നിലവിലെ പ്രവർത്തനം. കാരണം പല വിദ്യാർത്ഥികളും ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. CPM-ന്റെയും SFIയുടെയും ഭീഷണി കാരണം മൊഴി നൽകാൻ തയ്യാറായില്ല. അതിനാൽ തന്നെ പോലീസ് ഇടപെട്ട് ഈ വിദ്യാർത്ഥികളുടെ രഹസ്യമൊഴി ജഡ്ജിക്ക് മുന്നിൽ രേഖപ്പെടുത്തണമെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും പോലീസ് തയ്യാറാകുന്നില്ല. അത്തരത്തിൽ ജഡ്ജിക്ക് മുന്നിൽ രഹസ്യമൊഴി നൽകിയാലേ ഈ കേസിൽ പ്രതികളെ കൃത്യമായി ശിക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു വിമർശനങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. ഉമേഷ്, തീർച്ചയായും ഇതിലെ ABVP ഉൾപ്പെടെ പുറത്തു വിട്ടതും അത്തരം പുറത്തു പറയാൻ സാധിക്കാത്ത ചില കുട്ടികളുടെ പ്രതികരണങ്ങളൊക്കെ ആയിരുന്നു. അവിടെ സംഭവിച്ചത് എന്താണ് നേരിട്ട് കണ്ട അല്ലെങ്കിൽ അതിൻ്റെ ഭാഗവാക്കായി മാറി നിന്ന കുട്ടികളൊക്കെയാണ് അതിന് മറുപടി ABVPയോട് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും തുറന്നു പറയാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഈ SFI നേതാക്കന്മാരൊക്കെ പറഞ്ഞത് എന്തെങ്കിലും കാര്യത്തിൽ വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ പിന്നെ തലയുണ്ടാവില്ല, പാർട്ടി തനിക്കൊപ്പം ഉണ്ടാകുമെന്നൊക്കെ പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമാണ് കുട്ടികൾക്ക് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇന്നലെ ABVPയുടെ നേതാവൊക്കെ NCT ശ്രീഹരിയൊക്കെ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടതും അത്തരം പുറത്തു പറയാൻ സാധിക്കാത്ത കുട്ടികളുടേതാണ്. അങ്ങനെയെങ്കിൽ ഈ രഹസ്യമൊഴിയുടെ ഒരു ആവശ്യകത അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ, ബന്ധുക്കൾ മാത്രമല്ല ഇപ്പോൾ പ്രതിഷേധ രംഗത്തുള്ള സംഘടനകളും ഒക്കെ ആവശ്യപ്പെടില്ലേ? തീർച്ചയായും അത്തരത്തിൽ ആവശ്യപ്പെടുകയാണ് നിലവിൽ പല സംഘടനകളും ചെയ്യുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മൊഴികൾ നൽകുന്നത് ചിലപ്പോൾ ഈ ഭീഷണി കൊണ്ട് മാറ്റപ്പെടാം. പക്ഷേ ഇത് പോലീസ് ഇടപെട്ട് ജഡ്ജിക്ക് മുന്നിൽ ഇത്തരത്തിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. അതായിരിക്കും ചില കൃത്യമായ നിലപാടും. അല്ലാത്ത പക്ഷം ഈ കുട്ടികളെ വീണ്ടും ഭീഷണിപ്പെടുത്തി മാറ്റുവാനുള്ള സാധ്യതയുണ്ട്. കാരണം പൂർണ്ണമായി തന്നെ ഈ കോളേജിൽ അധ്യാപകരും ഉൾപ്പെടെയുള്ള ഈ SFIയുടെയും CPM-ന്റെ നേതാക്കൾ പഠിച്ചിരിക്കുന്ന ഒരു കോളേജിൽ എന്തായാലും കുട്ടികൾക്ക് മുന്നോട്ട് പഠിക്കാനുള്ള ആഗ്രഹം കാണും. അവർ വളരെ വലിയ സാമ്പത്തികവും പഠിച്ചുമല്ലായിരിക്കും ചിലപ്പോൾ ഈ കോളേജിൽ എത്തുന്നത്. ഇങ്ങനെ ഈ CPM-നെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയാൽ തങ്ങളുടെ ഭാവി തന്നെ അവതാളത്തിലാകുമെന്ന പേടി ഈ കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് പോലും പറയാത്തത്. ഈ ഹോസ്റ്റലിലെ പലതവണ സന്ദർശിക്കുമ്പോൾ പോലും ഈ മാധ്യമങ്ങളെ ഉൾപ്പെടെ കാണുമ്പോൾ ഈ വിദ്യാർത്ഥികളെല്ലാം ഭയപ്പെട്ട് ഈ മുറിയെല്ലാം അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് ഈ CPM-ന്റെ ഒരു ഉത്തര കൊറിയൻ മോഡൽ, ഒരു ഉത്തര കൊറിയയുമായെല്ലാം നാം ഇത് കേട്ടിട്ടുള്ള ഒരു ഉത്തര കൊറിയൻ മോഡലാണ് ഈ പൂക്കോട് എന്തായാലും CPM നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.